ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 6 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള എഫക്റ്റുകൾക്ക് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷന്റേതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക് സെലക്ട് ചെയ്യുക. ഫോട്ടോ ഗാലറി സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. എഫക്റ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ഗാലറി സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 8 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് 6ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളുടെയും സ്പീഡ് 1.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നൽകുക. ഇവിടെ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. സ്വീറ്റ് ലൈസ് എന്ന ഒരു ബീറ്റ് സിങ്ക് ഗ്രാഫിക്സ് ആണ് ഈ എഡിറ്റിംഗിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിക്സ് നിങ്ങളുടെ കൈൻ മാസ്റ്ററിൽ ലഭ്യമാകുന്നതല്ല. അതുകൊണ്ട് തന്നെ കൈൻ മാസ്റ്റർ ക്ലോസ് ചെയ്യാം. ബീറ്റ് സിങ്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റ് സിങ്ക് ഓപ്പൺ ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഈ കാണുന്നതെല്ലാം ഓരോ തരത്തിലുള്ള ഗ്രാഫിക്സുകളും എഫക്റ്റുകളുമാണ്. സ്വീറ്റ് ലൈസ് എന്ന ഈ ഗ്രാഫിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഇത് നിങ്ങളുടെ കൈൻ മാസ്റ്ററിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനായി കൈൻ മാസ്റ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഗ്രാഫിക്സ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കൈൻ മാസ്റ്ററിലെ എഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഫ്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. സ്വീറ്റ് ലൈസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 19ഓളം ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് 1ാമത്തെ ഈ ഗ്രാഫിക്സ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ സ്വീറ്റ് ലൈസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സുകൾ നൽകുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ഇമേജ് ലെയറുകളുടെ മൊത്തം ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.